ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാഹുലും വർഷയും കൂടെ സ്നേഹത്തിലാണെന്ന് തെറ്റിദ്ധരിക്കുന്ന വിവേകാണെങ്കിൽ വർഷയുടെ ഒപ്പം വയനാട്ടിൽ പോകില്ലെന്ന് തറപ്പിച്ച് പറയുന്നു. ആ സമയത്താണെങ്കിൽ വസുന്ധര പറയുന്നുണ്ട്, നീ വാക്ക് തന്നതുകൊണ്ട് മാത്രമാണ് ആ കൈവയ്യാതിരിക്കുന്ന കൊച്ചിനെ നാളെ വയനാട്ടിലോട്ട് പറഞ്ഞേക്കാന്ന് ഞാൻ പറഞ്ഞത്. നീ ഇപ്പം വാക്ക് മാറിയാൽ പറ്റില്ല. അതുമാത്രമല്ല, വാക്ക് മാറുന്നത് എനിക്കിഷ്ടമല്ലെന്ന് നിനക്കറിയാവുന്നതാ. ഞാനാണെങ്കിൽ ഒരാക്കളൂടെ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മാറില്ലെന്ന് നിനക്കും അറിയാവുന്നതാണ്. ആ എൻ്റെ മകൻ തന്നെ ഇപ്പം വാക്ക് മാറിയാൽ അതൊരിക്കലും ഞാൻ സമ്മതിക്കില്ലെന്ന് വസുന്ധര ശാഠ്യം പിടിക്കുന്നുണ്ട്. അങ്ങനെ നാളെ തന്നെ നീ അവളെ വയനാട്ടിൽ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോകുമെന്ന് വസുന്ധര പറയുന്നുണ്ട്. കാരണം നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്, നാളെ തന്നെ എത്തേണ്ട കാര്യമുണ്ട്. ആ സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, ഞാൻ കൊണ്ടുപോകാം വർഷയെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ശിവനന്ദയും പറയുന്നുണ്ട്, ഞാൻ തന്നെ അവളെ കൊണ്ടുപോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം വസുന്ധര പറയുന്ന, ആരും കൊണ്ടുപോകണ്ട, വിവേക് തന്നെ കൊണ്ടുപോകുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി നിങ്ങളാരും ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പം വസുന്ധര പറയുന്നുണ്ട്, നിന്റെ വാക്ക് ഇവിടെ ആരും ചോദിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര പറയുന്ന സമയത്ത് അമ്മയോടെ തർക്കിക്കാൻ ഇനി ഒന്നും പറ്റില്ലെന്ന് മനസ്സിലായ വിവേക് ദേഷ്യത്തിൽ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിവരം കൂട്ടുകാരനായ അങ്കിത്തിനോട് പറഞ്ഞപ്പോൾ അങ്കിത്തും പറയുന്നുണ്ട്, കൈവയ്യാത്ത ഒരു കുട്ടിയുടെ ഒരു മാനുഷിക പരിഗണന എന്ന നിലയ്ക്കെങ്കിലും നീ തന്നെ കൊണ്ടുപോകണമെന്ന് അങ്കിത്ത് പറയുന്ന സമയത്ത് അങ്കിത്തും വിവേകും കൂടെ ചെറിയ തർക്കം ഉണ്ടാകുന്നുണ്ട്. ആ സമയത്ത് വർഷ അങ്ങോട്ട് വരുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, നാളെ നിന്റെ കാമുകനും കാണുമല്ലേ, കാമുകനും കാമുകയും കൂടെ പോകുന്ന സമയത്ത് ഞാൻ എന്തിനാ ഒരു കട്ടുറുമ്പായിട്ട് നിങ്ങളുടെ കൂടെ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിവേക് പറയുമ്പം വർഷ വളരെ ദേഷ്യത്തിൽ വിവേകിനെ നോക്കുന്നുണ്ട്. രാഹുൽ അഞ്ജുവിനെ വിളിച്ചുകൊണ്ട് പോകാൻ പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നതെന്ന കാര്യം ഇപ്പം വർഷയ്ക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം രാഹുൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നാളെ ആവുമ്പോൾ എല്ലാവരോടും പറഞ്ഞാൽ മതി, മുന്നേ ആരോടെയും പറയേണ്ടെന്ന്. അത് കാരണം വർഷയ്ക്ക് പറയാനും പറ്റുന്നില്ല. എന്നാൽ ഇത് ഈ വാസ്തവമില്ലെന്ന് പറയുകയും വേണം. അങ്ങനെ ഒരു ധർമ്മസങ്കടത്തിലാണ് വർഷ ഇപ്പം നിൽക്കുന്നത്. നാളെ രാഹുൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷയെ ഒരു സഹോദരിയെ പോലെയാണ് കണക്കാക്കുന്നതെന്ന്. എന്നാൽ അതല്ല, രാഹുലും വർഷയും കൂടി എന്തോ തെറ്റായ ബന്ധമുണ്ടെന്ന് കണ്ട വിവേകിന് വർഷയെ കാണുന്നത് പോലും ഇപ്പോൾ ഇഷ്ടമല്ല. വർഷയെ കാണുമ്പോഴെല്ലാം തന്നെ ചതിച്ച ഒരുത്തിയായിട്ടാണ് വിവേകിൻ്റെ മനസ്സിൽ തോന്നുന്നത്. എന്നാൽ വിവേകിനോട് ഇഷ്ടമാണെന്ന് വർഷ ഇതുവരെ തുറന്നു പറഞ്ഞിട്ടുമില്ല. എന്നാലും വിവേകിന് വർഷയെ കാണുമ്പം തന്നെ ഇപ്പം വളരെയധികം ദേഷ്യമാണ്. ആ ദേഷ്യം വിവേകിൻ്റെ വാക്കുകളിലൂടെ എല്ലാവർക്കും പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അഭിരാമി എന്തോ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് വിവേകിന് കൊടുക്കാൻ വരുന്നുണ്ട്. വിവേക് മേടിക്കുകയോ കഴിക്കുകയും ചെയ്യാതെ ദേഷ്യത്തിൽ അകത്തോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അഭിരാമി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്, ഇതിപ്പം ഈ വിവേകേട്ടന് ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അഭിരാമിയെ പരിചയമുള്ള ആരോ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം, സഹായിച്ചില്ലെങ്കിൽ ഇന്ന് ഈ രാത്രി തന്നെ ഞാൻ മരിക്കേണ്ടി വരുമെന്ന് ഒരു പെൺകുട്ടി വിളിച്ച് പറയുന്നുണ്ട്. അത് കേട്ട് അഭിരാമി ഷോക്കാവുന്നുണ്ട്. ആ സമയത്ത് അഭിരാമി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്തായാലും പറ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. അങ്ങനെ പെൺകുട്ടി നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുറേ ഡ്രഗ്സൊക്കെ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരോ ആ പെൺകുട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ട്. ആ വിവരം എല്ലാം എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. അത് കേട്ട അഞ്ജു പറയുന്നുണ്ട്, അവൻ ഇന്ന് വരട്ടെ, അന്ന് തന്നെ അവനെ ശരിയാക്കുമെന്ന് അഞ്ജു പറയുകയും ചെയ്യുന്നുണ്ട്. ശിവനന്ദ NGK മീഡിയയിലൂടെ നീനെ രക്ഷപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും മീഡിയയിലൂടെ ഇട്ടത് കൊണ്ട് തന്നെ എല്ലാ പ്രശ്നമുണ്ടാകുന്ന പെൺകുട്ടികളും ആദ്യം രക്ഷപ്പെടുന്ന കാര്യത്തിനായിട്ട് ആദ്യം ചിന്തിക്കുന്നത് ശിവനന്ദയും അഭിരാമിയും വസുന്ധരയും കൂട്ടരെയാണ്. അങ്ങനെ അവരെ എല്ലാവരും വിളിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ പബ്ലിസിറ്റി കൂടിക്കൂടി വരികയും ചെയ്യുകയാണ്. ഇപ്പോൾ ഉണ്ടായ പുതിയ പ്രശ്നം എന്താണെന്നും അത് അവരെങ്ങനെ സോൾവ് ചെയ്യുമെന്നും അതുപോലെ തന്നെ വർഷയും വിവേകും തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറുമോ ഇല്ലയെന്നും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.